പലരും മീൻകറി ഉണ്ടാക്കുമ്പോൾ പല പല ടേസ്റ്റ് ആണല്ലോ. അപ്പോൾ നമുക്കിന്ന് ഒരു വെറൈറ്റി ആയിട്ടൊരു മീൻകറി ഉണ്ടാക്കാം. പല പല റെസിപ്പീസ് യൂസ് ചെയ്തിട്ട് നമ്മൾ മീൻകറി വെക്കുമ്പോൾ നമുക്ക് തന്നെ നല്ല വെറൈറ്റി ആയിട്ടുള്ള മീൻകറികൾ കഴിക്കാം. അപ്പോൾ ഇന്നത്തെ കറിക്കായിട്ട് ഈ ഒരു മീനാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു നുറുക്കുമീൻ പോലത്തെ ഒരു മീനാണ്. ഈ ഒരു റെസിപ്പി എല്ലാ മീനിക്കും സ്യൂട്ടബിൾ ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ ആദ്യം ഇതിനായിട്ട് അച്ഛനും മോളും തേങ്ങയൊക്കെ റെഡിയാക്കി തരുന്നുണ്ട്. വല്ലപ്പോഴൊക്കെ കിട്ടുന്ന ഇങ്ങനെയുള്ള ഹെൽപ്പുകൾ ഭയങ്കര ആശ്വാസമാണ് കേട്ടോ. അപ്പോൾ ഈശാനൂട്ടനും വന്നു. അങ്ങനെ അവർ 3 പേരും അതൊക്കെ റെഡിയാക്കുമ്പോഴേക്കും നമുക്ക് ബാക്കിയുള്ള പണികൾ നോക്കാം. അപ്പം നമ്മളിന്ന് മൺചട്ടിയിൽ തന്നെയാണ് മീൻകറി വെക്കുന്നത്. ആദ്യം തന്നെ അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തത് നാടൻ വെളിച്ചെണ്ണയാണ് കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത് വെളുത്തുള്ളിയും ഇഞ്ചിയും ഇതുപോലെ നീളത്തിലരിഞ്ഞത്. ഒരു 2-3 മിനിറ്റ് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടികൾ ചേർക്കുമ്പോൾ എപ്പോഴും ലോ ഫ്ലെയിമിൽ വയ്ക്കുക, അല്ലെങ്കിൽ ഓഫാക്കുക, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ടേസ്റ്റ് തന്നെ മാറിപ്പോകും കേട്ടോ. അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി ഇവ മൂന്നും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ചിരകിയതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. നമ്മുടെ ഈ ഒരു കറിക്ക് നമുക്ക് തേങ്ങ ഒത്തിരി നേരം വഴറ്റിയിട്ട് ഒരു വറുത്ത പോലെ ആക്കിയെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ 2-3 മിനിറ്റ് മാത്രം ചെയ്താൽ മതി. ഇനി അതിലേക്ക് കുറച്ച് പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം. അപ്പോൾ അതും ഇട്ട് വഴറ്റിയിട്ട് നമുക്ക് ഇതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി ആ ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കുറച്ച് കടുകും കുറച്ച് ഉലുവയും കൂടി ഇട്ട് കൊടുത്ത് അത് പൊട്ടിയതിന് ശേഷം നമുക്ക് അതിലേക്ക് ചെറിയുള്ളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളി അരിഞ്ഞതും കൂടെ നന്നായി വഴറ്റിയെടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് വഴറ്റിയെടുക്കാം. ഇതും നമ്മൾ ഒരുപാട് അങ്ങ് വാട്ടിയെടുക്കേണ്ട ആവശ്യമില്ല. ഒരു 2-3 മിനിറ്റ് മാത്രം വഴറ്റിയെടുത്താൽ മതി. ഇനി ഒരു 2-3 പച്ചമുളക് കീറിയിട്ട് കൊടുത്തു. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു. പിന്നെ തക്കാളി അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുത്തു. ഇതും കൂടെ ഇട്ടിട്ട് ഒരു 2 മിനിറ്റും കൂടി വെയിറ്റ് ചെയ്തിട്ട് നമ്മളിത് മൊത്തം 2 മിനിറ്റിൻ്റെ കളിയാണ് കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു സംഭവം അരച്ചെടുത്തത്, നന്നായി പേസ്റ്റ് പോലെ അരച്ചെടുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി നമ്മൾ ചൂടുവെള്ളത്തിൽ കുടംപുളി ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പുളിയൊക്കെ അതിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിലും ഡയറക്റ്റ് കുടംപുളി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു 5-6 കുടംപുളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ടെടുത്തപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളമായിട്ടുണ്ട്. അപ്പോൾ വെള്ളം കുറവുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് ഇത്തിരി പോരം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നന്നായി തിളച്ച് വരുമ്പോൾ മീനിട്ട് കൊടുക്കാം. മൊത്തത്തിൽ നന്നായി തിളച്ച് വരുമ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് പച്ച വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുത്താൽ മീൻ കറി റെഡി. ഇനി നമുക്ക് ഉച്ചയ്ക്ക് നല്ല അടിപൊളിയായിട്ട് മീൻ കറി കൂട്ടി ഊണ് കഴിക്കാം.